സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മലേശ്വരി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുഡാനെക്കുറിച്ചാണ്. സുഡാൻ എന്ന് പറയുന്ന രാജ്യം ആഫ്രിക്കയുടെ കിഴക്ക് വശത്ത് വരുന്ന രാജ്യമാണ്. വടക്ക് കിഴക്കായിട്ട് വരുന്ന രാജ്യമാണ്. ഇത് റെഡ് സീയോട് ചേർന്ന് ചെങ്കടലിനോട് ചേർന്നാണ് കിടക്കുന്നത്. ചെങ്കടൽ വളരെ വീതി കുറഞ്ഞ ഒരു കടലെടുക്കാണ് എന്ന് നമുക്കറിയാം. അത് അറേബ്യൻ സീയിൽ നിന്ന് വടക്കോട്ട് കയറി ഇസ്രായേൽ വരെ എത്തുന്ന ആ കടലിടുക്കിന്റെ പേരാണ് ചെങ്കടൽ. ആ ചെങ്കടൽ സൗദി അറേബ്യയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രാജ്യത്തിന്റെ പേരാണ് സുഡാൻ എന്ന് പറയുന്നത്. ഇപ്പൊ സുഡാൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കും സൗത്ത് സുഡാൻ വേറെ രാജ്യമാണ്. നമ്മൾ അതിന്റെ കഥയിലേക്ക് വരും. ഈ സുഡാനെ പറ്റി ആദ്യം പറയുമ്പോൾ അവിടുത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഈ സൗത്ത് സുഡാൻ എന്ന് പറയുന്നത്, സുഡാൻ എന്ന് പറയുന്ന രാജ്യം 2011 വിഭജിക്കപ്പെട്ട് അതിന്റെ സൗത്തേൺ പാർട്ടിൽ ഒരു രാജ്യം രൂപപ്പെട്ടതാണ്. ആ രാജ്യം ഭൂരിഭാഗമായും ക്രിസ്ത്യാനികളാണ്. കൂടാതെ അവിടെ മറ്റ് ഈ ട്രൈബ്സ് ഉണ്ട്, ട്രൈബൽ ആളുകൾ, മതമില്ലാത്ത അല്ലെങ്കിൽ പാഗൻ ഗോഡ്സിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. ഒരു 6% മുസ്ലിങ്ങളുണ്ട്. അതിനെയാണ് സൗത്ത് സുഡാൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 1.25 കോടി മനുഷ്യർ മാത്രമാണ് ഈ സൗത്ത് സുഡാനിലെ ജനസംഖ്യ വരുന്നത്. സുഡാൻ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് വേർപെട്ടു പോയി 2011 വേർപെട്ടു പോയി ഒരു രാജ്യമായിട്ട് രൂപപ്പെട്ടതാണ്. വാസ്തവത്തിൽ അവിടെ വേർപെടാനുണ്ടായ കാരണം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 2011 ഈ സൗത്ത് സുഡാൻ എന്ന് പറയുന്ന രാജ്യം ഈ സുഡാൻ എന്ന് പറയുന്ന വലിയ രാജ്യത്ത് നിന്ന് വേർപെട്ടു പോയി സൗത്ത് സുഡാനായി രൂപപ്പെടുന്നത്. അവിടെ ഇപ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ നടക്കുന്നില്ല. സിവിൽ വാറുകളുണ്ട്. അത് മതവുമായി ബന്ധപ്പെട്ടിട്ടല്ല, അധികാരം ഷെയർ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. അതിൽ ഒരു ഗോത്രം പ്രോമിനന്റ്ലി ക്രിസ്ത്യാനികളുടെ ഗോത്രമാണ്. അത് ഏകദേശം 50% ജനസംഖ്യയിൽ വരുന്ന ഒരു ഗോത്രമാണ്. ബാക്കി അവരോട് മത്സരിക്കുന്ന ഗോത്രം അതിനകത്തും ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ്. ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് ട്രൈബ്സ് ആണ്. മതം അല്ലെങ്കിൽ പാഗൻ ഗോഡ്സിനെ ആരാധിക്കുന്ന ട്രൈബ്സ് ആണ്. ഇപ്പൊ സൗത്ത് സുഡാനിലെ പ്രശ്നമല്ല നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. സൗത്ത് സുഡാനിൽ ക്രിസ്ത്യൻ പീഡനമൊന്നും നടക്കുന്നില്ല. അവിടെയും സിവിൽ വാർ നടക്കുന്നുണ്ട്. 2011 മാത്രം രൂപപ്പെട്ട ഒരു ആഫ്രിക്കൻ രാജ്യം എന്ന നിലയിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ചിരപരിചിതമായ സിവിൽ വാർ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് തൽക്കാലം കൊണ്ട് മാറ്റിവെക്കുക. അവിടുത്തെ ഒരു ഡെമോഗ്രഫി നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. കൂടാതെ വിദ്യാഭ്യാസം ഏകദേശം ഒരു 40% ആളുകൾ ലിറ്ററേറ്റ് ആണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. നമ്മളുടെയൊക്കെ ഇവിടെ ഉള്ളതുപോലത്തെ സിസ്റ്റം തന്നെയാണ്. 4+3+3 ആണ് സ്കൂൾ എഡ്യൂക്കേഷൻ. UP തലം മുതൽ തന്നെ സയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നോർമൽ എഡ്യൂക്കേഷൻ രീതികളിൽ വരുന്നു. ആ രാജ്യം ഇങ്ങനെ കുറേശ്ശെ പുരോഗമിച്ചു വരുന്നു, മെച്ചപ്പെട്ടു വരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സുഡാനെ കുറിച്ചാണ്. സുഡാൻ എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് സുഡാൻ വേർപെട്ട് പോയി ബാക്കി നിൽക്കുന്ന സുഡാൻ എന്ന് പറയുന്ന രാജ്യം ഈജിപ്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ രാജ്യം വരിക. അപ്പൊ ഇത് ചെങ്കടൽ മുതൽ ഇങ്ങനെ പിന്നെ ഈ സുഡാനിലൂടെ നൈൽ നദി ഒഴുകുന്നുണ്ട്. പിന്നീട് അത് സഹാറ മരുഭൂമിയുടെ അതിർത്തിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ചെങ്കടൽ മുതൽ ഇങ്ങനെ പടിഞ്ഞാറോട്ട് നമ്മൾ ഈ രാജ്യത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ ഡ്രൈനസ് കൂടി അവസാനം അത് സഹാറ മരുഭൂമിയിൽ അവസാനിക്കുന്ന രീതിയിലുള്ള രാജ്യമാണ്. ഏകദേശം 5 കോടിയോളം ജനസംഖ്യ വരുന്ന ഒരു രാജ്യവുമാണ്. ഈ രാജ്യത്തെ ഏതാണ്ട് 92% മുതൽ 95% വരെ മുസ്ലിങ്ങളാണ്. ഏകദേശം ഒരു 2 മുതൽ 5 വരെ ശതമാനം ക്രിസ്ത്യാനികളുണ്ട്. അപ്പൊ ഇതിനൊന്നും ഒരു കൃത്യതയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ രാജ്യത്തെ കൃത്യമായിട്ട് സെൻസസ് പോലും നടക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പൊ ഈ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സുഡാന്റെ ചരിത്രം, ഈ സൗത്ത് സുഡാനും മറ്റേ സുഡാനും ചേരുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഇത് ഈജിപ്തിനോട് ചേർന്ന് കിടന്ന ഒരു രാജ്യമായതുകൊണ്ട് എല്ലാ കാലത്തും ഈജിപ്തിനാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യമാണ്. ഈജിപ്ത് നമുക്കറിയാം വളരെ പുരാതനമായ ഹിസ്റ്ററിയുള്ള രാജ്യമാണ്. ഫറവോമാര് ഭരിച്ചിരുന്ന രാജ്യമാണ്. അങ്ങനെ BC 30 അഗസ്റ്റസ് സീസർ മാർക്ക് ആന്റണിയും ക്ലിയോപാട്രയും ചേർന്ന സൈന്യത്തെ തോൽപ്പിച്ച് അഗസ്റ്റസ് സീസർ അഥവാ റോം BC 30 തന്നെ ഈ രാജ്യം പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ BC 30 മുതൽ റോമൻ ആധിപത്യത്തിലുള്ള രാജ്യമാണ് ഈ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം. അപ്പൊ ഈജിപ്തിന്റെ തെക്ക് ഭാഗത്താണ് സുഡാൻ വരുന്നത്. എന്നും ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായതുകൊണ്ടാണ് നമ്മൾ ഈജിപ്തിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നത്. അതിനുശേഷം ക്രിസ്തുവിന്റെ കാലം വരുന്നു. ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ടുള്ള മാർക്കോസ് AD 42 തന്നെ ഈജിപ്തിലെത്തുകയും അവിടെ റിലീജിയസ് കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 4-ാം നൂറ്റാണ്ടോടുകൂടി ഈജിപ്തിലെ മുഴുവൻ മനുഷ്യരും ക്രിസ്ത്യാനികളായി തീർന്നു. അവിടെ അലക്സാണ്ട്രിയയുമായിട്ട് അഫിലിയേറ്റഡ് ആയിരുന്നു. അങ്ങനെ അവിടുത്തെ ചർച്ചിന്റെ പേര് കോപ്റ്റിക് ചർച്ച് എന്നാണ്. കോപ്റ്റിക് ഓർത്തഡോക്സ് ചർച്ചാണ് അവിടെ ഉള്ളത്. അത് അലക്സാണ്ട്രിയയിലുള്ള ചർച്ചുമായിട്ട് അഫിലിയേറ്റഡ് ആണ്. പിന്നീട് ബൈസന്റൈൻ കാലഘട്ടം വരുന്നു. ബൈസന്റൈൻ കാലഘട്ടം നമുക്കറിയാം, അത് കിഴക്കൻ റോമ സാമ്രാജ്യമാണ്. AD 333 റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി
ക്രിസ്തുമതം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന ബൈസന്റൈൻ രാജ്യത്തിന്റെ കാലം വന്നപ്പോൾ ഈ കോപ്റ്റിക് ചർച്ചും ബൈസന്റൈൻ സാമ്രാജ്യം അഥവാ റോമൻ കത്തോലിക്കരും തമ്മിൽ പ്രശ്നമുണ്ടായി. അപ്പം ബൈസന്റൈൻ സാമ്രാജ്യമൊക്കെ റോമൻ കത്തോലിക്കരുടെ ഭാഗമാണ്. അപ്പൊ ഇവിടെയുള്ളത് കോപ്റ്റിക് ചർച്ച് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് ചർച്ചാണ്. പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അവർ പിടിച്ചു നിൽക്കുകയും റോമൻ കാത്തലിക് ആ വേർഷനിലേക്ക് മാറാൻ നിൽക്കാതെ അവരുടെ കോപ്റ്റിക് പാരമ്പര്യം നിലനിർത്തുകയും ചെയ്തു. പക്ഷേ 7-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ, അതായത് 650ഓടെയൊക്കെ റഷീദ് ഖലീഫ എന്ന് പറയുന്ന ഖലീഫമാരുടെ മുസ്ലിം ഇൻവാഷൻ ഈജിപ്തിൽ സംഭവിക്കുന്നു. അങ്ങനെ ഈജിപ്തിൽ ഈ ഇൻവാഷൻ സംഭവിക്കുന്നതോടുകൂടി അവിടെ ബൈസന്റൈൻ ഭരണം അവസാനിക്കുന്നു. പിന്നീട് മുസ്ലിം കൺവേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ക്രിസ്ത്യാനികൾ സ്ലോ ആയി ഫോഴ്സ്ഫുള്ളായും അല്ലാതെയായും ജസിയ കൊടുത്തും ഒക്കെ മുസ്ലിം കൺവേർഷനിലേക്ക് വന്ന് ഏകദേശം AD 10-ാം നൂറ്റാണ്ടോടുകൂടി ഈജിപ്തിൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടാകുന്നു. ആ മുസ്ലിം ഭൂരിപക്ഷം പിന്നീട് കൂടി വന്ന് ഇന്ന് ഈജിപ്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം 10%. ബാക്കിയുള്ളത് മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഈജിപ്തിന്റെ ചരിത്രം അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഈ കോപ്റ്റിക് ചർച്ചിന്റെ ആളുകൾ സുഡാനിലേക്ക് പ്രവേശിക്കുകയും അവിടെ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏകദേശം 4-ാം നൂറ്റാണ്ടോടുകൂടി സുഡാനിലെ പ്രധാനപ്പെട്ട പ്രമുഖ മതമായി ക്രിസ്ത്യാനിറ്റി മാറുന്നു. അതും കോപ്റ്റിക് ചർച്ച് തന്നെയാണ്. അപ്പൊ അത് പ്രമുഖ മതമായി നിൽക്കുന്നു. മുഴുവൻ ആളുകളും കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രമുഖ മതമായി ക്രിസ്ത്യാനിറ്റി വരുന്നു. നിയർലി 60 to 70% ആളുകൾ ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഖലീഫമാര് ഈജിപ്ത് കീഴ്പ്പെടുത്തിയ ശേഷം അവർ അതിനോടനുബന്ധിച്ചുള്ള സുഡാനും കീഴ്പ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ടും അവിടേക്കും ഈ ഇസ്ലാം മതം പരക്കുന്നു. അങ്ങനെ ഏതാണ്ട് 9-ാം നൂറ്റാണ്ടോടുകൂടി സുഡാന്റെ വടക്ക് ഭാഗം മുഴുവൻ, ഈ വടക്കൻ സുഡാനാണ് ഇപ്പോൾ മുസ്ലിം സുഡാനായി നിൽക്കുന്നത്, തെക്ക് ഭാഗം അത് ക്രിസ്ത്യാനിറ്റിയുള്ള സുഡാനാണ്. ഈ വടക്കൻ സുഡാൻ ഏതാണ്ട് പൂർണ്ണമായും ഇസ്ലാം റിലീജിയനിലേക്ക് മാറുന്നു ഏകദേശം 9-ാം നൂറ്റാണ്ടോടുകൂടി. സോ ഈ ഖലീഫമാരുടെ വരവോടുകൂടി ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഈ സുഡാനിൽ ഏതാണ്ട് പൂർണ്ണമായി സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് പിന്നീട് ഇതേ കാലഘട്ടത്തിൽ തന്നെ അറബ്സ് എന്ന് പറഞ്ഞാൽ അറേബ്യൻ പെനിൻസൂല എന്ന് നമ്മൾ വിളിക്കുന്ന അറബ് നാടുകൾ, സൗദി അറേബ്യ, ഖത്തർ, അതൊക്കെ ഉൾപ്പെടുന്ന നമ്മൾ ഇന്ന് പേർഷ്യൻ ഗൾഫ് എന്ന് വിളിക്കുന്ന രാജ്യങ്ങൾ, പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് ആളുകൾ സുഡാനിലേക്ക് കുടിയേറുന്നുണ്ട്. അപ്പൊ ഈ കുടിയേറുന്ന ആളുകൾ അവിടെയുള്ള ആളുകളുമായി മിക്സ് ചെയ്ത് അറബ് വംശജർ എന്നൊരു പുതിയ വംശജർ സുഡാനിൽ രൂപപ്പെടുകയും ഇന്ന് സുഡാനിലുള്ള മൊത്തം മുസ്ലിങ്ങളുടെ ജനസംഖ്യയിൽ ഏതാണ്ട് 70% അറബ് വംശജർ ആണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുഡാൻ ഒരു അറേബ്യൻ രാജ്യമായിട്ടാണ് എണ്ണപ്പെടുന്നത്. അപ്പം അറബ് രാജ്യങ്ങളുടെ പട്ടിക നിങ്ങൾ നോക്കിയാൽ സുഡാനിലും അതിന്റെ പേര് കാണാം. അതിന് കാരണം ഇതാണ്, ഈ അറേബ്യൻ പെനിൻസൂലയിൽ നിന്ന്, അറേബ്യയിൽ അന്ന് ഒന്നും ഉണ്ടായിരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുഡാനൊക്കെ റിച്ചാണ്. ഈ പറഞ്ഞ അറേബ്യ അന്ന് വെറും ഒട്ടകത്തെ നോക്കി നടന്ന മനുഷ്യരാണ്, തിന്നാനും കുടിക്കാനൊന്നുമില്ല. അപ്പൊ ഈ നൈൽ നദിയുടെ ഒരു സമൃദ്ധി കണ്ട് ആണ് അറബികൾ ഇവിടേക്ക് കുടിയേറുന്നത്. അങ്ങനെ അറബികൾ നൈൽ നദിയുടെ സമൃദ്ധിയിൽ ഇവിടെ കുടിയേറുകയും ഇവിടുത്തെ ആളുകളുമായിട്ട് അധിവസിക്കുകയും അങ്ങനെ കറുപ്പും വെളുപ്പും ചേർന്ന നിറത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടാവുകയും അവരെ സ്വയം അറബികളെന്ന് വിശേഷിപ്പിക്കുകയും അങ്ങനെ ആ അറബികൾ അവിടെ മേൽക്കൈ നേടുകയും ചെയ്യുന്നു എന്നുള്ളൊരു സംഗതിയും ഇതിനിടയിലൂടെ സംഭവിക്കുന്നുണ്ട്. പിന്നീട് 1821 ഓട്ടോമൻ സാമ്രാജ്യം ഇവരെ കീഴ്പ്പെടുത്തുന്നുണ്ട്. 1500കളോടെയാണ് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തുർക്കി ആസ്ഥാനമായിട്ടുള്ള ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ വളർച്ച. അതും ഒരു കാലിഫേറ്റ് തന്നെയാണ്. അതിന്റെ വളർച്ച എന്ന് നമുക്കറിയാം. ഓട്ടോമൻ ഖലീഫമാരെന്നാണ് അവർ അറിയപ്പെടുന്നത്. 1821 സുഡാനെ അവർ കീഴ്പ്പെടുത്തുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഈജിപ്തിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഓട്ടോമൻ കാലിഫേറ്റും ബ്രിട്ടനും തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമായി ഈജിപ്തിന്റെ നിയന്ത്രണം ബ്രിട്ടന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഈജിപ്തിന്റെ കാലഘട്ടം, വാസ്തവത്തിൽ ബ്രിട്ടന്റെ ഈ നിയന്ത്രണം വരുന്നതിന് മുൻപ്, ഈ ഖലീഫമാരുടെ കാലഘട്ടത്തിന് മുൻപ് തന്നെ ഈജിപ്ഷ്യൻ മേൽക്കോയ്മ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ റീജിയണിൽ, ഈ സുഡാനിലെ ഈജിപ്ഷ്യൻ മേൽക്കോയ്മ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ മേൽക്കോയ്മയുടെ കാലഘട്ടത്തിൽ മുഴുവൻ ഈജിപ്തുകാർ പ്രധാനമായും ഈ രാജ്യത്ത് ഉപയോഗിച്ചിരുന്നത് അടിമകളെ കളക്ട് ചെയ്യാനാണ്. അപ്പൊ ഈ അറബ് രാജ്യങ്ങളുടെ അറബികളുടെ ഒരു പ്രധാന രീതിയാണ് മനുഷ്യരെ അടിമകളാക്കുക എന്നുള്ളത്. അപ്പൊ മൃഗങ്ങളെ പിടിക്കുന്നത് പോലെ ചെയ്സ് ചെയ്ത് പിടിച്ചുകൊണ്ടുപോയിട്ട് ആളുകളെ അവരുടെ പട്ടാളത്തിൽ സേവനം ചെയ്യാനോ അവർക്ക് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് വെറും മൃഗങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് അടിമ എന്നുള്ളത്. നമുക്കിത് ഇമാജിൻ ചെയ്യാൻ സാധിക്കില്ല. പെൺകുട്ടികളെയും പുരുഷന്മാരെയുമാണ് പിടികൂടി കൊണ്ടുപോകുക. ഒരു 13-14 വയസ്സുള്ള പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ലൈംഗിക അടിമകളാക്കും. പുരുഷന്മാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ആരോഗ്യം ഉപയോഗിക്കാൻ പറ്റുന്ന മേഖലകളിൽ കപ്പൽ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, കപ്പൽ തുഴയാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പണികൾക്കായിട്ട് ഉപയോഗിക്കുന്നു, പട്ടാളത്തിൽ ഉപയോഗിക്കുന്നു. എല്ലാം സ്ലേവ്സ് ആണ്. മനുഷ്യൻ എന്ന നിലയ്ക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. നമ്മളൊരു പോത്തിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കുതിരയെ കൈകാര്യം ചെയ്യുന്നത് പോലെ, ഒരു പശുവിനെ കൈകാര്യം ചെയ്യുന്നത് പോലെ ഒരു മനുഷ്യനെ കൈകാര്യം ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് അടിമത്തം. അത് ഈ
ഈ അറേബ്യൻ പെനിൻസൂലയിലുള്ള അറബികൾ ആഫ്രിക്കയിൽ കയറി. ആഫ്രിക്കയിൽ എല്ലാ രാജ്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം നൈജീരിയ ഒരു അടിമകളുടെ രാജ്യമായി പോറ്റിയിരുന്ന ഒരു കാര്യം പറഞ്ഞു. അടിമകളെ വളർത്തുന്ന ഒരു രാജ്യമായിട്ട് സൊക്കോട്ടോ രാജവംശം കാലിഫേറ്റ് എന്ന് പറയുന്നൊരു കാലിഫേറ്റ് അവരെ അടിമകളായിട്ട് പാലിച്ചുകൊണ്ട് അവിടെ നിന്ന് അടിമകളെ വളർത്തിയെടുക്കുക, അടിമ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട്. അങ്ങനെ ആളുകൾ പ്രായപൂർത്തി എത്തുമ്പോൾ അവിടുത്തെ പുരുഷന്മാരെയും സ്ത്രീകളെയും കളക്ട് ചെയ്ത് മുഴുവൻ ഈ അറബികൾക്ക് വിറ്റ് കാശാക്കുന്ന ഒരു പരിപാടി. അതുപോലെ അറബ് രാജ്യങ്ങളിലെ അമീർമാർക്ക് പെൺകുട്ടികളെ കാഴ്ചവെക്കാൻ വേണ്ടി അടിമകളെ കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി. ഇതൊക്കെ ഈജിപ്തും ചെയ്തിട്ടുണ്ട്. ഈജിപ്ത് സുഡാനിൽ നിന്ന് അടിമകളെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടിമ കളക്ഷന് വേണ്ടി പ്രധാനമായും ഈജിപ്തിനെ ഉപയോഗിച്ചിരുന്നു. പിന്നീട് ഓട്ടോമാൻ പീരീഡ് വരുന്നു. ഓട്ടോമാൻ പീരീഡിന് ശേഷം ബ്രിട്ടൻ ഈജിപ്തിനെ കീഴടക്കുകയും ബ്രിട്ടനും ഈജിപ്തും കൂടി ഒരു പാക്ട് ഉണ്ടാവുകയും അതോടെ അടിമ കച്ചവടം എല്ലാം നിരോധിക്കപ്പെടുകയും എല്ലാം ചെയ്യുന്നു. പിന്നീട് ഇത് ബ്രിട്ടന്റെയും ഈജിപ്തിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഭരണത്തിന് കീഴിൽ വരുന്നു. 1899 മുതൽ 1956 വരെ ഇറ്റ് ഈസ് ആംഗ്ലോ ഈജിപ്ഷ്യൻ കോണ്ടോമിയം എന്ന് പറയുന്ന ഒരു ഭരണത്തിന് കീഴിലാണ് ഇത് വന്നിരുന്നത്. ബ്രിട്ടീഷുകാർക്കായിരുന്നു ഭരണത്തിൽ മേൽക്കൈ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ അവർ ഈ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസം കൊടുക്കുകയും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ സുഡാൻ സ്വർണത്തിൽ റിച്ചാണ്, വളരെ റിച്ചാണ്. അപ്പം ആ കാലഘട്ടങ്ങളിൽ സ്വർണ്ണ ഖനനം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഒന്നും കാണാതെ ഒരു രാജ്യത്ത് പോയി നിൽക്കുകയെന്ന് നമുക്കറിയാം. സ്വർണ്ണ ഖനനം ഒരു പ്രധാന വിഷയമായിരുന്നു അവിടെ. എന്തായാലും ശരി, 1956 സുഡാൻ ഫ്രീഡം നേടുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഫ്രീഡം നേടിയതുപോലെയല്ല. ബ്രിട്ടീഷുകാരെയും ഈജിപ്തിനെയും അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ പലതരത്തിലുള്ള മിലിറ്ററി കൂപ്പുകൾ നിലവിൽ വരികയാണ് ചെയ്തത്. കലാകാലങ്ങളായിട്ട് തുടർച്ചയായിട്ട് മിലിറ്ററി കൂപ്പുകൾ വരിക. അങ്ങനെ 1989 ഒരു ഒമാർ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം ഈ ഒരു കൂ വഴി ഇവിടെ ഭരണത്തിലേറുകയും 1989 മുതൽ 2019 വരെ അദ്ദേഹം ഭരണത്തിലിരിക്കുകയും ചെയ്തു. 1989 മുതൽ 2019 വരെ ഇദ്ദേഹം ഭരണത്തിലിരുന്നു. അപ്പം ഈ 1956 മുതൽ 89 വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി പട്ടാളി ഭരണാധികാരികൾ ഇവിടെ ഭരണം പിടിക്കുകയും മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലൂടെ മരിച്ച ആളുകളുടെ എണ്ണത്തിന് കണക്കൊന്നുമില്ല. ഇന്നത്തെ പോലെ ടെലിവിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വാർത്താ മാധ്യമങ്ങളോ ഇതിനൊന്നും എണ്ണമെടുക്കാൻ പോയിട്ടില്ല. എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരെ, 50 ലക്ഷം എന്ന് പറയുന്നവരുണ്ട്, 40 എന്ന് പറയുന്നവരുണ്ട്, 60 എന്ന് പറയും, ഇത്രയധികം മനുഷ്യരെ സിവിൽ വാറുകളിൽപ്പെട്ട് കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട് സുഡാനിൽ. അതിനുശേഷമാണ് ഈ പറയുന്ന ആള് ഭരണത്തിൽ വരുന്നത്. ഒമർ എന്ന് പറഞ്ഞ ആൾ ഭരണത്തിൽ വരുന്നത്. അദ്ദേഹം 89 മുതൽ 2019 വരെ ഭരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണത്തിനിടയിലാണ് 2011 ഈ സൗത്ത് സുഡാൻ എന്ന് പറയുന്ന ഭാഗം വേർപെട്ടു പോകുന്നത്. പിന്നീട് 2019 ഈ ഒമറിനെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാളം ഭരണമേറ്റെടുക്കുന്നു. അങ്ങനെ അവിടെ പട്ടാളത്തിന് 2 വിങ്ങുകളുണ്ട്. ഒന്ന് സുഡാനീസ് ആംഡ് ഫോഴ്സ് എന്ന് പറയും, അത് ശരിക്കുള്ള പട്ടാളമാണ്. വേറൊന്ന് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയും, സെമി മിലിറ്ററിയാണ്. അപ്പൊ അത് പോലീസിംഗും അതുപോലെ തന്നെ ആവശ്യം നമ്മളൊക്കെ CRPF പോലത്തെ ഒരു സംവിധാനമാണ് ഈ RSF എന്ന് പറയുന്ന സംവിധാനം. പക്ഷേ ഈ RSF സംവിധാനം പിന്നീട് അറബികളുടെ വലിയ സപ്പോർട്ടുള്ള സംവിധാനമാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ഇത് ഇവിടുത്തെ പോപ്പുലേഷനിൽ 70% അറബ്സ് ആണെന്ന് അവകാശപ്പെടുന്നവരാണ്. അവരുടെ സപ്പോർട്ട് കിട്ടിയത് ഈ RSF എന്ന് പറയുന്ന സംവിധാനത്തിനാണ്. മറ്റത് SAF സുഡാനീസ് ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്ന മിലിറ്ററിയാണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ഒമറിനെ ചവിട്ടി പുറത്താക്കിയത്. പിന്നീട് അധികാരം ഷെയർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഈ ഫോഴ്സുകൾ തമ്മിൽ വഴക്കായി. സ്വാഭാവികമായിട്ടും തോക്ക് കയ്യിലുള്ള ഫോഴ്സുകൾ തമ്മിൽ വഴക്കാകുന്ന സമയത്ത് യുദ്ധമായി മാറും. 2019 മുതൽ അവിടെ നിരന്തരമായി യുദ്ധങ്ങൾ സംഭവിക്കുകയാണ്. അപ്പൊ ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20 ലക്ഷം എന്ന് പറയുന്നവരുണ്ട്, 4 ലക്ഷം എന്ന് പറയുന്നവരുണ്ട്. കാരണം ഇതിന് എണ്ണമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലെ ജനത്തിൽ 91% മുതൽ 97% വരെ മുസ്ലിങ്ങളാണെന്ന് പറയുന്നു. പെർസെന്റേജ് പോലും അറിയില്ല. 3 മുതൽ 5% വരെ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു. പെർസെന്റേജ് പോലും അറിയില്ല. എന്ന് പറഞ്ഞാൽ ഒരു സെൻസസ് പോലും എടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു രാജ്യം. ഇവിടെ പരസ്പരം തമ്മിൽ തല്ലി നിരന്തരമായിട്ട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇതിനിടയിലൂടെ ഈ 2 ഫോഴ്സുകളും ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നുണ്ട്. കാരണം അവൻ ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവനെ ആക്രമിക്കാം, കാരണം ഞങ്ങൾ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ ആക്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ അങ്ങനെയല്ലോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടല്ല ജീവിക്കുന്നത്. പ്രധാനമായും പട്ടണങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ക്രിസ്ത്യാനികൾ കുറച്ച് അപ്പർ സ്ട്രാറ്റയിൽ പെടുന്ന ആളുകളാണ്. അതിന്റെ റീസൺ ഇതാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. അവിടെയും ഈ നോർത്ത് സുഡാൻ അല്ലെങ്കിൽ സുഡാനിലും വിദ്യാഭ്യാസ രീതി 4+3+3 ആണ്. പക്ഷേ അവിടെ 4ാം ക്ലാസ് വരെ മാത്രമേ പെൺകുട്ടികൾ പഠിക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ അവരുടെ സ്കൂളിൽ നിന്ന് പുറത്തു പോകണം. ഈ 4-ലായിക്കൊള്ളട്ടെ, പിന്നീട് UP എന്ന് പറയുന്ന കാറ്റഗറിയിലായിക്കൊള്ളട്ടെ, ഹൈസ്കൂൾ എന്ന് പറയുന്ന കാറ്റഗറിയിലായിക്കൊള്ളട്ടെ, പഠിപ്പിക്കുന്നത് ഖുറാനും ഹദീസുകളും മാത്രമാണ്. വേറെ ഒരു സാധനവും പഠിപ്പിക്കുന്നില്ല. അപ്പൊ ഇവര് ഈ കുഞ്ഞുകാലം മുതൽ ഖുറാനും ഹദീസും പഠിച്ച്
ഏകദേശം 10-20 വയസ്സാവും 10ാം ക്ലാസ് ഒക്കെ പാസ്സാവും. ഇവിടുത്തെ രീതി എങ്ങനെയാണ്? ഒന്നാമത് മതപഠനം ആയതുകൊണ്ട് പഠനം വളരെ സ്ട്രിക്റ്റ് ആണ്, അങ്ങനെ ഫ്രീ പാസ് ഒന്നുമില്ല. അങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഒരു 10-20 വയസ്സാവും. 4ാം ക്ലാസ് എത്തുമ്പോഴേ പെൺകുട്ടികൾ പോയി. പിന്നീട് ഇവർ പഠിച്ച് 10ാം ക്ലാസ്സിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധിത സൈനിക സേവനമാണ്. അപ്പൊ അങ്ങനെ നിർബന്ധിത സൈനിക സേവനം കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് പിന്നെ വേണമെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ. സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഈ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 24-25 വയസ്സിന് ശേഷമാണ്. ഒരുത്തനും ആ പരിപാടിക്ക് പോവുകയില്ല. അവിടെയാണ് സയൻസ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സയൻസ്, മാത്സ് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് 0 ലിറ്ററസി ഉള്ള മനുഷ്യരുള്ള ഒരു രാജ്യമാണ് സുഡാൻ എന്ന് മനസ്സിലാക്കും. മതപഠനം മാത്രമേ ഉള്ളൂ. തലയിൽ അശേഷം വെളിച്ചമില്ല. ഇരുട്ടുമായി നടക്കുന്ന മനുഷ്യര് അവരുടെ തമ്മിൽ തന്നെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കാണണം. ഇരുട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ ഇരുട്ടിൽ കിടന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം ഇവർക്ക് സയൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, റാഷണൽ യുക്തിചിന്ത എന്ന് പറയുന്ന സംഗതി ഒരു കാരണവശാലും ഇവരുടെ ബുദ്ധിക്കകത്ത് പ്രവേശിച്ചിട്ടില്ല. എല്ലാത്തരം ഐതിഹ്യങ്ങളും അന്ധവിശ്വാസങ്ങളും നെഗറ്റീവ് കൾച്ചറും പകർന്നു കൊടുക്കുന്ന മതവിശ്വാസം മാത്രം പഠിച്ചു നടക്കുന്ന ഇവര് തമ്മിൽ തെളി മരിക്കുന്നതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്. അതിന്റെ ബാക്കി ഭാഗമായിട്ട് ക്രിസ്ത്യാനികളെ കണ്ട കൊന്നുകല്ലുകയും ചെയ്യും. അപ്പൊ ഇതിനകത്ത് വരുന്ന ഈ 3% മേലെ വരുന്ന ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർക്ക് യാതൊരു രക്ഷയില്ല. കാരണം ഇവര് മുഴുവൻ പട്ടാളക്കാരായതുകൊണ്ട് ഇവർ അങ്ങേയറ്റം ആയുധമുള്ളവരാണ്. ഇവർക്ക് ആരെയും ആക്രമിക്കാൻ കഴിയുന്നതാണ്. അതിന് പിന്നിൽ വേറൊരു വലിയ കഥ കൂടിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഡാൻ ഈസ് റിച്ച് ഇൻ ഗോൾഡ്. ലോകത്തിലെ ഏറ്റവും അധികം സ്വർണ്ണ ഡിപ്പോസിറ്റ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഈ പട്ടിണി പിടിച്ചു കിടക്കുന്ന രാജ്യം. ഒരു വർഷം പട്ടിണി കൊണ്ട് മാത്രം 10 ലക്ഷം പേർ മരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഈ രാജ്യത്ത് സ്വർണം വളരെയധികമുണ്ട്. ഇവിടെ നിന്ന് കുഴിച്ചെടുക്കപ്പെടുന്ന സ്വർണത്തിന്റെ കണക്ക് ഏകദേശം 150 ടണ്ണാണ് പ്യുവർ ഗോൾഡ്. പക്ഷേ ഒഫീഷ്യൽ റെക്കോർഡ് അനുസരിച്ച് അത് 30 മുതൽ 40 ടണ്ണുകൾ വരെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്വർണ്ണം ഇവിടെ പോകുന്നു. ഈ സ്വർണം മുഴുവൻ കള്ളക്കടത്തായിട്ട് ദുബായിലേക്ക് കടക്കുന്നു. ഇപ്പൊ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് വിളിക്കുന്ന ദുബായ് എന്ന് വിളിക്കുന്ന ഈ രാജ്യം 10-40 വർഷം കൊണ്ട് ഫ്ലറിഷ് ചെയ്ത് സ്വർണത്തിന്റെ മാത്രം ഒരു രാജ്യമായി മാറിയതിൽ സുഡാന്റെ ചോരയുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ നിന്നുള്ള മുഴുവൻ സ്വർണവും കടത്തിക്കൊണ്ടുപോകുന്നത് ബഹുഭൂരിഭാഗവും 90% കടത്തിക്കൊണ്ടുപോകുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ബാക്കിയുള്ള ചെറിയ ബസ്സിന് കടത്തിക്കൊണ്ടുപോകുന്നത് റഷ്യയുമാണെന്ന് പറയുന്നു. കാരണം ഇവിടെ റഷ്യക്ക് ചെറിയ കാലത്തേക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. ആ സ്വാധീനത്തിന്റെ തുടർച്ചയായി അവരിപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന 2 ഫോഴ്സുകൾ SAF RSF എന്ന് പറയുന്ന 2 ഫോഴ്സുകൾ, സുഡാനീസ് ആർംഡ് ഫോഴ്സസ് ആൻഡ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ്, ഈ ഫോഴ്സുകളാണ് ഈ സ്വർണ്ണഖനികൾ നിയന്ത്രിക്കുന്നത്. ഈ സ്വർണ്ണഖനികൾ നിയന്ത്രിച്ചിട്ട് ഇവിടുന്ന് കിട്ടുന്ന സ്വർണം രാജ്യത്തിൻ്റെതാക്കാതെ ഇവരിവിടുന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് ഈ 2 ഫോഴ്സുകളും കടത്തിക്കൊടുക്കുന്നതിന് പകരമായി ഈ ഫോഴ്സുകൾക്ക് ലഭിക്കുന്നത് ആയുധവും പണവുമാണ്. അപ്പൊ ഈ നാട്ടിൽ കിടന്ന് തമ്മിത്തള്ളാനുള്ള ആയുധവും പണവും മുഴുവൻ ലഭിക്കുന്നത് ഈ രാജ്യത്തിന്റെ സ്വത്തായിട്ടുള്ള സ്വർണം എടുത്ത് വിറ്റിട്ടാണ്. ആ നാട്ടിലെ മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാനുള്ള റിസോഴ്സാണത്. ആ റിസോഴ്സ് മുഴുവൻ തോക്കായിട്ടും ഈ പ്രവർത്തനങ്ങൾ, ഇത്തരം ഭീകരപ്രവർത്തനം നടത്തുന്ന മിലിറ്ററി നേരിട്ട് ഭീകരപ്രവർത്തനം നടത്തുകയാണ്. മിലിറ്ററി നടത്തുന്ന ഭീകരപ്രവർത്തനത്തിന് ആവശ്യമായ പണവുമായിട്ട് അവിടുന്ന് തിരിച്ചു വരുന്നു. അത് അവര് തിന്നുകൊഴുത്ത് നാട്ടിലെ ജനങ്ങൾക്ക് നേരെയും ക്രിസ്ത്യാനികൾക്ക് നേരെയും തിരിയുന്നു. അപ്പൊ മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് ധാരാളമായി കൊല്ലപ്പെടുന്നു. ക്രിസ്ത്യാനികൾ എണ്ണത്തിൽ കുറവായതുകൊണ്ട് കൊല്ലപ്പെടുന്നത് കുറവാണ്. പക്ഷെ അവൻ ക്രിസ്ത്യാനിയാണ് എന്നതിന്റെ പേരിലാണ് വധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് എക്സ്റ്റർമിനേഷൻ നേരിടുന്ന ഒരു സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും അധികം ഭീഷണി ക്രിസ്ത്യാനികൾ നേരിടുന്ന രാജ്യം ഇന്ന് സുഡാനാണ്. രണ്ടാമത്തത് പാകിസ്ഥാനാണ്. അത് കഴിഞ്ഞിട്ടേ നൈജീരിയ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഏറ്റവും അധികം ക്രിസ്ത്യാനികൾ ഭീഷണി നേരിടുന്ന ഈ രാജ്യത്ത് ക്രിസ്ത്യൻ റിലീജിയൻ എന്ന് പറയുന്നത് ഏകദേശം വളരെ നമ്പറിൽ കുറഞ്ഞ ഒരു റിലീജിയൻ, അത് എക്സ്റ്റർമിനേഷൻ നേരിടുന്നു എന്നാണ് സമീപകാലത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് സുഡാനിലെ ക്രിസ്തീയ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള കഥ. ഇതിൽ മനസ്സിലാക്കേണ്ടത് വലിയ സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങൾ ഈ വിവരമില്ലാത്ത മനുഷ്യരെ, വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരെ കൊള്ളയടിച്ച് അവരുടെ നാഷണൽ റിസോഴ്സ് അടിച്ചുകൊണ്ടുപോകുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയും ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കും.